ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വലിയൊരു പത്തിരി ഓർഡറാണ് ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുതായി പത്തിരി സെയിൽ ചെയ്യുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് പത്തിരി ചിക്കൻ കറിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാവിനെ വാട്ടി കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ, എന്നാലേ പത്തിരിക്കൊരു സ്മൂത്ത് ഉണ്ടാവുള്ളൂ. ഇത് മാത്രമല്ല, ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, മല്ലിയില, തക്കാളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ചിക്കൻ കറി വെച്ച് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഓർഡർ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇളക്കണം കേട്ടോ, ചിക്കൻ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. തേങ്ങ അരച്ച് ചേർത്ത് കൂട്ടിയിട്ടോ. നമുക്ക് തേങ്ങ അരക്കുമ്പോഴും അതെ, ഒരുപാട് അങ്ങോട്ട് നൈസായി അരക്കരുത് കേട്ടോ. ഒന്ന് ഒതുക്കി കൊടുക്കാനേ പാടുള്ളൂ. ചിക്കനൊക്കെ പൊടിഞ്ഞു. ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കാം നമുക്ക് കേട്ടോ. താളിക്കുക, മൂപ്പിക്കുക എന്നൊക്കെ പറയും. എല്ലാം ഒന്ന് ഇളക്കാം കേട്ടോ. അതുകൊണ്ട് അവിടെ ഒന്ന് താളിച്ചെടുക്കുക എന്ന് പറയാം. അങ്ങനെ ചാറ് സെറ്റായി. ചാറ് ഇനി കുറച്ച് മല്ലിയില ഇതിൻ്റെ മേലക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഇളക്കാം കേട്ടോ. ഇറക്കി വെക്കാം. ചെറുതായി എരിഞ്ഞിട്ടുള്ള മല്ലിയില വേണം. കുറച്ച് മല്ലിയില കൊണ്ട് മേലെ വിതറി കൊടുക്കുക, ഒരു സ്മെല്ല് കിട്ടാൻ കേട്ടോ. തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇനി മാവ് ഉരുള ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പത്തിരി ചൂടാൻ തുടങ്ങാം. ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ പത്തിരി ചൂടാറുള്ളത്. മാവ് ഇങ്ങനെ ഉരുട്ടി വെക്കുമ്പോഴല്ലേ ഒരുപാട് വെള്ളം ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. പിന്നെ പരത്തുമ്പോൾ ഒരു സ്മൂത്ത് കിട്ടില്ല, പത്തിരിൻ്റെ വക്കമൊക്കെ പൊട്ടും. ഇങ്ങനെ അടുപ്പിൽ പത്തിരി ചുട്ടു. പത്തിരി ഇതുപോലെ പരത്തി വെച്ച് കൊടുത്ത ശേഷം വേണം അടുക്കി വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പത്തിരി ഒട്ടിപ്പോകും. ഇങ്ങനെ നമ്മുടെ പത്തിരി റെഡിയായി. മാഷാ അല്ലാഹ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.